ഹലോ, ഞാനിന്ന് പറയാൻ പോകുന്നത് ചെറിയ കുട്ടികൾക്ക് KG-യിലോ പ്രീ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് റൈറ്റിംഗ് പ്രാക്ടീസിനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ബുക്കിനെ കുറിച്ചാണ്. ഇത് ആ ബുക്കിൻ്റെ ഒരു പ്രൊമോഷനൊന്നുമല്ല, ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഒരു ജെന്യുവൻ റിവ്യൂ ഞാൻ ഇട്ടേക്കാമെന്ന് പറഞ്ഞിരുന്നു. KG-യിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ പേരൻസിൻ്റെ പ്രധാന പണിയെന്ന് പറയുന്നത് ഇപ്പോൾ വൈകുന്നേരം കുട്ടികളെ അക്ഷരം എഴുതി ഹോംവർക്ക് എഴുതിക്കുക എന്നുള്ളതായിരിക്കും. ഒരു പേജ് അല്ലെങ്കിൽ 2 ലൈൻ തന്നെ എന്ത് കഷ്ടപ്പെട്ടാൽ നമ്മൾ എഴുതിക്കുന്നത് നമുക്കറിയാം. ഈ ബുക്ക് ആദ്യം കൊടുത്തപ്പോൾ കുട്ടികൾ അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല. നമ്മൾ ലെറ്റേഴ്സൊക്കെ എഴുതിക്കുന്നതിൻ്റെ കൂടെ പാരലായിട്ട് ഈ ബുക്കും കൂടി കൊടുക്കുമ്പം അവരത് ഇൻട്രസ്റ്റ് കാണിക്കാൻ തുടങ്ങി. കുട്ടികൾ എപ്പോഴും അക്ഷരം തെറ്റിച്ചെഴുതും, കയ്യിൽ നിന്ന് പെൻസിൽ അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നതിനേക്കാളും തെന്നിപ്പോവും. ഈ ബുക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ അക്ഷരങ്ങളുടെ ഷേപ്പിൽ അവരിങ്ങനെ ചെറിയ കുഴികൾ പോലെ ഗ്രൂസ് പോലെ ഉണ്ടാക്കിയെടുത്തിരിക്കുക. കുട്ടികൾക്ക് അതിനുള്ളിലൂടെ പെൻസിൽ ഓടിച്ച് തന്നെ എഴുതി പഠിക്കാൻ പറ്റും. ഇത് നല്ല കട്ടിയുള്ള കാർഡ്ബോർഡൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതങ്ങനെ പെട്ടെന്നൊന്നും കീറിപ്പോവില്ല. പിന്നെ ഇതിന് നമുക്ക് കൂടെ തന്നെ പെൻസിൽ കിട്ടും. അത് ലെഡില്ലാത്ത പെൻസിലാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എത്ര വേണമെങ്കിലും റീയൂസ് ചെയ്യാം. ഇതിനുള്ളിൽ അതുകൊണ്ട് പെൻസിലും കൊണ്ട് വരച്ച മാർക്കിങ്സ് ഒന്നും വരില്ല. ഞാൻ ഈ ബുക്കിനെ കുറിച്ച് അറിഞ്ഞത് ഒരു വീഡിയോ കണ്ടിട്ടാണ്. അതിലപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ബുക്ക് വാങ്ങിച്ച് കുട്ടികളുടെ കൊടുത്ത് അവരിരുന്ന് എഴുതി പ്രാക്ടീസ് ചെയ്തോളും എന്നാണ്. പക്ഷേ അവരെ തന്നെ അങ്ങനെ ഇരുത്തി പ്രാക്ടീസ് ചെയ്യിക്കാൻ ഇതുകൊണ്ട് പറ്റില്ല. നമ്മൾ കൂടെ ഇരിക്കണം. കാരണം എന്താണെന്നറിയോ, ഓരോ ലെറ്റേഴ്സും എഴുതാൻ ഓരോ ഡയറക്ഷൻ, ഓരോ പാറ്റേൺ, ഇവിടുന്ന് തുടങ്ങുക, അങ്ങോട്ട് വരും, അങ്ങനെയുണ്ട്. കുട്ടികളെ തന്നെ ഏൽപ്പിച്ചിട്ട് പോകുമ്പം അവരവർക്ക് തോന്നിയ വഴി കൂടി ഇങ്ങനെ വരയ്ക്കുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ അത്രയും ആ ലെറ്റേഴ്സൊക്കെ തറവായി അങ്ങനെ വരയ്ക്കുകയുള്ളൂ എന്നുള്ള കുട്ടികളാവണം. അതേപോലെ തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് 1, 2, 3 ഏത് ഡയറക്ഷനിലാണ് ആദ്യം വരയ്ക്കേണ്ടതെന്നൊക്കെ. അങ്ങനെ അത് നോക്കി ആ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെയാണ്. അല്ലെങ്കിൽ നമ്മളത് ഗൈഡ് ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ തെറ്റ് പഠിക്കാൻ പാടില്ലല്ലോ. ഈ ബുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും അതുപോലെ എൻ്റെ ഹിന്ദി ബുക്കും അവൈലബിളാണ്. ഇംഗ്ലീഷിനകത്ത് തന്നെ മാത്സിൻ്റെ നമ്പേഴ്സ് ഉണ്ട്. മലയാളത്തിന് അതിനകത്ത് ഈ സ്വരാക്ഷരങ്ങളും അങ്ങനത്തെയൊക്കെ വേറെ ഒരു ബുക്കുണ്ട്. 2 ബുക്കാണ് മലയാളത്തിനുള്ളത്. ഹിന്ദി ബുക്കൊന്നും ഞാൻ വാങ്ങിച്ചു നോക്കില്ല. ഞാൻ ആകെ ഒരു ഇംഗ്ലീഷും ഒരു മലയാളവുമാണ് വാങ്ങിച്ചത്. ബുക്കെന്ന് പറയുമ്പോൾ ആകെപ്പാടെ 3-4 പേജൊക്കെ ഉള്ളൂ കേട്ടോ. ബുക്കിലും സ്ലേറ്റിലും ഒക്കെ തന്നെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരില്ല. എക്സ്ട്രാ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ വേണമെങ്കിൽ ഇതൊന്ന് ശ്രമിച്ച് നോക്കാം. ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.